അടുത്ത സീനിൽ യമൻ കാറിൽ പോകുമ്പോൾ അഹാനയും ഫാണിയും നാഗരൂപത്തിൽ ആ കാറിന്റെ പുറകെ പോവുകയാണ്. നാഗങ്ങൾ ഫോളോ ചെയ്ത് വരുന്നുണ്ടെന്ന് അറിയുന്ന യമൻ സ്പീഡിൽ കാർ ഒട്ടിച്ച് പോവുകയാണ്. അഹാനയും ഫാണിയും കാറിനെ കാണാത്തതിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ സമയം മലയുടെ മുകളിൽ വരുന്ന ഡ്രാഗൺ അലറി വിളിക്കുകയാണ്. സൂര്യന്റെ ചൂട് കിട്ടുന്ന ഡ്രാഗൺ വളരെ സന്തോഷത്തോടെ ചിറക് വിരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ അഹാന നാഗരൂപത്തിൽ വരുന്നു. ശേഷം അവർ രണ്ടുപേരും പൊരിഞ്ഞ ഫൈറ്റ് നടത്തുകയാണ്. അഹാന വാലുകൊണ്ട് ചുറ്റി ഡ്രാഗണെ ഉപദ്രവിക്കുകയും മലയിലേക്ക് എടുത്തെറിയുകയും ചെയ്യുകയാണ്. അവസാനം താഴെ വന്ന് വീഴുന്ന ഡ്രാഗണെ കാണുന്ന അഹാന സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഡ്രാഗന്റെ വാല് ചെറുതായി അനങ്ങുന്നത് കാണിക്കുകയാണ്. ഈ സമയം മേഘങ്ങൾ കൊണ്ട് സൂര്യൻ മറയുന്നു. സൂര്യപ്രകാശമില്ലാത്തത് കൊണ്ട് ഡ്രാഗണ് പവേഴ്സ് ഉണ്ട്. ഡ്രാഗൺ കണ്ണു തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുകയാണ്. ഡ്രാഗൺ മരിച്ചു എന്ന് ഉറപ്പിച്ച് സന്തോഷത്തോടെ അഹാന നിൽക്കുമ്പോൾ അവിടെ വരുന്ന ഫാണി യമന്റെ കാറിൽ നേരത്തെ തന്നെ GPS വെച്ചത് കൊണ്ട് നമുക്ക് യമൻ എവിടെയാണുള്ളതെന്ന് മനസ്സിലായി. പക്ഷേ എൻഗേജ്മെന്റ് സമയത്ത് യമനെ എല്ലാവരും അന്വേഷിക്കില്ലേ എന്ന് ഫാണി ചോദിക്കുകയാണ്. എൻഗേജ്മെന്റ് സമയത്ത് യമന്റെ രൂപത്തിൽ ഫാണി അവിടെ വരണം, എന്നിട്ട് ഈ എൻഗേജ്മെന്റ് മുടക്കണമെന്ന് പറയുകയാണ് അഹാന. നാഗറാണി പറയുന്നത് പോലെ എല്ലാം ചെയ്യാമെന്ന് സമ്മതിച്ചു നിൽക്കുകയാണ് ഫാണി. പുറത്തു വരുന്ന അഹാന യമനെ നോക്കി ഫാണി എന്ന് വിളിക്കുകയാണ്. ഫാണി എന്ന വിളി കേൾക്കുന്ന യമൻ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ അഹാന ദേഷ്യത്തോടെ ഞാൻ നിന്നോട് ഈ എൻഗേജ്മെന്റ് മുടക്കാനല്ലേ പറഞ്ഞത്, പക്ഷെ നീ എന്താണ് ചെയ്തത് ഫാണി എന്ന് പറയുകയാണ് അഹാന. അത് കേൾക്കുന്ന യമൻ അതെന്ത് പേരാണ് ഫാണി, എനിക്ക് യമൻ തന്നെയാണ് നല്ലതായിട്ട് തോന്നുന്നത്, വേറൊരു പേര് എനിക്ക് ചേരില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന അഹാനയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് ഫാണിയല്ല എന്ന് മനസ്സിലാവുകയാണ്. ഞാൻ നിന്നെ കൊന്നതല്ലേ, പിന്നെ നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടു വന്നത് എന്ന് അഹാന പറയുന്നത് കേൾക്കുന്ന യമൻ ഞാൻ രക്ഷപ്പെട്ടു, ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്, എന്നെ കൊല്ലാനുള്ള നിന്റെ പരിശ്രമം എനിക്ക് ഇഷ്ടപ്പെട്ടു, അൺഫോർച്ചുനേറ്റ്ലി ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അഹാനയുടെ അടുത്ത് പോകുന്ന യമൻ അഹാനയ്ക്ക് യമന്റെ കഴുത്തിന്റെ താഴെയുള്ള മുറിവ് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അഹാനയോട് നീ എനിക്ക് നല്ലൊരു അടയാളമാണ് തന്നത്, യമൻ ഒരിക്കലും ശത്രുക്കളെ മറക്കില്ല, അതുമല്ല അവർ തന്ന മുറിവുകളും മറക്കാറില്ല, നീ എത്ര വലിയ ശത്രുവിനെയാണ് നേരിട്ടതെന്ന് നിനക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല, സത്യമായിട്ട് ഇനി അങ്ങോട്ട് നല്ല രസമായിരിക്കും, നീ തീയോടാണ് കളിക്കുന്നത്, അപ്പോൾ കുറച്ച് പൊള്ളുന്നത് നല്ലതാണെന്ന് പറയുകയാണ് യമൻ. അടുത്ത സീന് അഹാനയുടെ അടുത്ത് യമൻ വരുന്നു. യമൻ അഹാനയോട് ഇവിടെ വന്നവരെല്ലാം എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നു, പക്ഷേ ഏട്ടത്തി എനിക്ക് ഒരു ഗിഫ്റ്റും കൊണ്ട് തന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന അഹാന യമനോട് സർപ്രൈസായി ഒരു ഗിഫ്റ്റ് യമന് വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്, അതൊരു ഷോക്കിംഗ് ഗിഫ്റ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് അഹാൻ അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം പിങ്കി കാണുന്നുണ്ടായിരുന്നു. ദേഷ്യം വരുന്ന പിങ്കി യമന്റെ അടുത്ത് പോയിട്ട് യമനോട് അഹാന ഉടൻ തന്നെ എന്റെ ചേട്ടനെ ഡിവോഴ്സ് ചെയ്യും, ശേഷം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ പിങ്കി പോകുന്നത് കാണുന്ന യമൻ പിങ്കിയുടെ കയ്യിൽ പിടിച്ചിട്ട് പിങ്കിയോട് നീ വിചാരിക്കുന്നത് പോലെ ഒന്നും നമ്മുടെ ഇടയിലില്ല, ആക്ച്വലി അഹാന എനിക്ക് അവകാശപ്പെട്ട മുത്ത് എനിക്ക് തരുന്നില്ല, നിന്നെ വിവാഹം കഴിച്ചാൽ ഒരിക്കലും എന്റെ മുത്ത് അവൾ എനിക്ക് തിരിച്ചു തരില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അവൾ ഒരു സൈക്കോയാണ്, അവൾ ഡീൽ ക്യാൻസൽ ചെയ്താൽ പ്രശ്നമാകും, ഞാൻ അവളുടെ കയ്യിൽ ഫുൾ എമൗണ്ട് കൊടുത്തതാണ്, എനിക്ക് ആ മുത്ത് വേണം, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് യമൻ ഇരിക്കുന്നത് കാണുന്ന പിങ്കി യമനോട് നിനക്ക് നിന്റെ മുത്ത് കിട്ടുമെന്ന് പറയുകയാണ്. മറുവശത്ത് ചെയറിൽ നിന്ന് എഴുന്നേൽക്കുന്ന രാധിക വീഴാൻ പോകുമ്പോൾ ആര്യമൻ രാധിക വീഴാതെ പിടിക്കുകയാണ്. അവർ പരസ്പരം മുഖത്ത് നോക്കി നിൽക്കുന്നത് അഹാന കാണുകയാണ്. അതെല്ലാം കണ്ട് അഹാന വിഷമിച്ച് നിൽക്കുകയാണ്. അഹാന യമന്റെ യഥാർത്ഥ രൂപം എല്ലാവരുടെ മുന്നിൽ കൊണ്ടുവരുമോ എന്നറിയാൻ അടുത്ത ആഴ്ച വരെ കാത്തിരിക്കണേ. താങ്ക്